മനഃപൂർവ്വം ചായ കുടിക്കാൻ പോയ 17-കാരനെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മലപ്പുറം വണ്ടൂർ അയനിക്കോടാണ് സംഭവം. തലയിലും പുറത്തും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാണ്ടിക്കാട് GHSSലെ +2 വിദ്യാർത്ഥിയും പനമ്പറ്റ സ്വദേശിയുമായ അൻഷിദ് സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോകാറുള്ള അയനിക്കോട്ടെ ചായക്കടയിലേക്ക് പോയത്. കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. കല്ലുകൊണ്ടും ജാക്കി ലിവറും ഉപയോഗിച്ചാണ് തന്നെ ആക്രമിച്ചതെന്ന് അൻഷിദ് പറയുന്നു. സ്ഥിരം ഞായറാഴ്ച പോലുണ്ട് അവിടെ. ഞങ്ങൾ ചായ കുടിച്ചിറങ്ങാൻ നേരത്ത് ഒരു 6 ആൾക്ക് വന്നാണ്ട് ഒപ്പം മർദ്ദിച്ചതാണ്. അതില് കല്ലും ജാക്കി ലിവറും കാര്യമായിട്ട് അതുകൊണ്ടൊക്കെ അടിച്ചത്. കൈ കൊണ്ടല്ല അടിച്ചിട്ടില്ലോ. ഞങ്ങളൊരു 5, 6, 7 ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞങ്ങൾ എന്നിട്ട് കാറിൽ കയറി പെട്ടെന്ന് കഴിച്ചില്ലാന്ന് നോക്കിയപ്പോ ഒരു ഡിക്കൊക്കെ തുറന്നുണ്ട് ആകെ പുറത്തുകൂടിയും തലേന്റെ സൈഡ് ഭാഗമൊക്കെ ആകെ കുത്തി മുറിയാക്കി. പിന്നെ എങ്ങനെയൊക്കെ അവിടുന്ന് കഴിച്ചില്ലായിരുന്നു. ആൾക്കാർ ആരും അവിടെ കുടിച്ചേക്കാൻ നിന്നിട്ടില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന അൻഷിദിന്റെ സഹോദരനും പരിക്കേറ്റിട്ടുണ്ട്. കാറിൽ കയറി വാതിൽ അടച്ചതോടെ പുറകിലെ ഡിക്കി തുറന്ന് വീണ്ടും മർദ്ദിച്ചുവെന്നും ആ സമയത്ത് ആ വഴി പോയ ബന്ധുക്കൾ ഇതുകൊണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും അൻഷിദ് പറഞ്ഞു. ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട്. വലതുകൈ ഒടിഞ്ഞിട്ടുണ്ട്. പുറത്ത് നീളത്തിൽ മുറിവേൽപ്പിച്ച പാടുകൾ ഉണ്ട്. സ്കൂളിൽ ഉണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് കരുതുന്നത്. പരിക്കു കാരണം അൻഷിദിന് ഓണപരീക്ഷ എഴുതാൻ സാധിക്കില്ല. സംഭവം മാനസികമായി തളർത്തിയതായി അൻഷിദിന്റെ പിതാവ് തെച്ചിയോടൻ മുഹമ്മദ് പറഞ്ഞു. വളരെ മൃഗീയമായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒരു 10-50 ആൾക്കാർ കൂടി നിന്നത് കാണുകയാണ്. ചെയ്തത് 6 ആളാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഈ പ്രായപൂർത്തിയാകാത്ത 17 വയസ്സായ കുട്ടിനെ വളരെ മൃഗീയമായ രൂപത്തിലാണ് ആക്രമിച്ചത്. അങ്ങനെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയി, മിഞ്ഞാന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോയി. ഇന്നലെ സ്റ്റേഷനിൽ പോയി FIR പോലീസ് ഇട്ടിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷനിൽ കൊടുത്തിട്ടില്ല. അത് കൊടുക്കണം. ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചാനലുകളൊക്കെ. ഈ കുട്ടികളാകൊണ്ടേ സമൂഹത്തിൽ വലിയൊരു പ്രാധാന്യമുള്ള കുട്ടികൾക്ക്. പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.